ആദ്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയമെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. ആഴമേറിയ വിഷയമാണ്, ആഴത്തിലാണ് കൊള്ള. എന്താണ് സംഭവം? കടലാഴങ്ങളിൽ കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, അത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന മത്സ്യം എന്ന് പറയുന്ന വിഭവം. മറ്റൊന്ന്, കടലാഴങ്ങളിലും കടൽ തീരത്തിലുമുള്ള മണൽ, കരിമണലും വെളുത്ത മണലും, അതിലുള്ള ധാരാളം ധാതുക്കൾ. അത് വ്യാവസായികാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അത് സ്വകാര്യ മേഖലയിൽ ആ കുത്തക ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. കേരളത്തിൻ്റെ കടൽ തീരത്ത് 745 ദശലക്ഷം 74,50,00,000 ടൺ വെളുത്ത മണലുണ്ട്. ഇത് വളരെ ക്വാളിറ്റിയുള്ള വെളുത്ത മണലാണ്. കരിമണൽ മൂല്യം $120 ബില്യൺ കേരളത്തിൻ്റെ തീരത്തെ. ഫോസ്ഫറൈറ്റിസ്, പോളിമെറ്റാലിക് സൾഫൈഡ്, കൊബാൾട്ട് ക്രേസ്റ്റ്, മാംഗനീസ് നൊഡ്യൂൾസ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുക. ആകെ മൂല്യം കണക്ക് കൂട്ടിയാൽ $187 ബില്യൺ വരുമത്. വെളുത്ത മണൽ നിക്ഷേപം 5 സെക്ടറുകളിൽ പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ, കൊല്ലം വടക്ക്, കൊല്ലം തെക്ക് ഈ പ്രദേശങ്ങളിലാണ് വെളുത്ത മണൽ നിക്ഷേപം കാണുന്നത്. കൊല്ലം സെക്ടറിൽ വെളുത്ത മണൽ നിക്ഷേപമുണ്ട്. ആദ്യഘട്ടത്തിൽ ഖനനം ചെയ്യാൻ പോകുന്നതും ഈ ഭാഗങ്ങളിലായിരിക്കും. 300 ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലത്ത് പരപ്പിലായിരിക്കും ആദ്യഘട്ടത്തിലുള്ള ഖനനം വരിക. 2003 ജിം പദ്ധതിയിൽ ഉൾപ്പെട്ട് ഈ കടൽ മണൽ ഖനനം വേണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നിരുന്നു. അന്ന് വ്യാപക പ്രതിഷേധമുണ്ടായി. 2017 എമർജിംഗ് കേരളയിലും ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികൾ സമീപിക്കുന്നു. പക്ഷെ അപ്പോഴും പൊതുമേഖലയിൽ തന്നെ കടൽ മണൽ ഖനനം നിർത്താൻ സർക്കാർ ശ്രദ്ധിച്ചു. ക്രൗൺ ടൈം മാരിടൈം കമ്പനി രൂപരേഖ അന്ന് ആ ഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് നിയമം തടസ്സമായി നിന്നത് പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ല എന്നായിരുന്നു. പുറംകടൽ ധാതു ഖനന നിയമ ഭേദഗതി 2023 വരുന്നതോടുകൂടി കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. പുറംകടൽ ധാതു ഖനന നിയമങ്ങളുടെ ഭേദഗതിയിൽ പൊതുമേഖല നടത്തണം എന്നതിൽ, അഥവാ വിവിധ മൂലകങ്ങളുടെ ഖനനവും വിൽപ്പനവും നടത്താനുള്ള അനുമതി പൊതുമേഖലയ്ക്ക് മാത്രമായിരുന്നിടത്ത് സ്വകാര്യ മേഖലയെ കൂടി പങ്കെടുപ്പിക്കാൻ തീരുമാനമാവുന്നു. യഥാർത്ഥത്തിൽ തീരദേശ പരിപാലന ഭേദഗതി 2011 വരുമ്പോഴും ഇക്കാര്യത്തിൽ പൊതുമേഖലയ്ക്കുള്ള അവകാശം നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ തീരദേശ പരിപാലന ഭേദഗതി വരുമ്പോൾ 22 കിലോമീറ്റർ വരെയുള്ള കടൽ ഭാഗത്തിന്റെ അധികാരം സംസ്ഥാനങ്ങൾക്ക് എന്നത് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ വിഷയമായി മാറും. അങ്ങനെ കേന്ദ്ര വിഷയമായി മാറിക്കഴിഞ്ഞ് അതിനുശേഷം ഈ പറയുന്ന ധാതു മണൽ ഖനന ഭേദഗതി വരുമ്പോൾ അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുന്നു. പരിസ്ഥിതിയെ പരിഗണിക്കുന്നില്ല. സമുദ്രാന്തർ ഭാഗത്തെ ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും. മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികൾക്കും എതിരായിട്ട് നിൽക്കും. ബാധിക്കുക ഒന്നും രണ്ടുമല്ല, 15 ലക്ഷത്തോളം അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയാണ്. മത്സ്യം പിടിക്കുന്നവരെയും മത്സ്യം വിപണനം ചെയ്യുന്നവരെയും അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും തന്നെ ബാധിക്കും. നിയമ ഭേദഗതിക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു ഗൂഢ നീക്കം നടന്നു. ഈ ധാതു മണൽ ഖനന നിയമ ഭേദഗതി 2023 വരുന്നതിന് മുമ്പ് 2 കമ്പനികൾ അദാനി രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്തു. അലൂവിയൽ മിനറൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി, പുരി നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി. ഈ 2 കമ്പനികളുടെയും താല്പര്യമാകാം ഈ കടലാഴങ്ങളിലെ കൊള്ളയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചോദനം എന്നുള്ളതാണ് ആരോപണം. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ തയ്യാറാണ്. ആർ റോഷിപാൽ, അലി അക്ബർ ഷാ, ദിലീപ് ദേവസ്യ, ശരത് എസ് എസ്, അഷ്കർ അലി കരിമ്പ എന്നിവരാണ് നമുക്കൊപ്പം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും ചേരുന്നത്.